ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള രസഗുളയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റാണ്. ഇത് തയ്യാറാക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. ഇത് നല്ല സ്പോഞ്ചിയാണ്, അതുപോലെ തന്നെ ജ്യൂസിയുമാണ്. നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് നല്ല വിലയുണ്ടാവും കേട്ടോ. പക്ഷേ വീട്ടിൽ തന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് പാലാണ്. ഞാൻ ദാ ഇവിടെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. നമ്മളിവിടെ റെഡിയാക്കണത് പനീറാണ്. ഈ സമയം 2 ടേബിൾ സ്പൂൺ വിനാഗിരിയോ നാരങ്ങാനീരോ ഒന്ന് എടുത്ത് വെക്കണേ. ഞാൻ വിനേഗറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാലൊക്കെ ദാ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ വിനേഗർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഈ പാലൊക്കെ നല്ലോണം പിരിഞ്ഞ് കിട്ടും. നിങ്ങളിപ്പോൾ എടുക്കുന്നത് നാരങ്ങാ നീരാണെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി നീര് തന്നെ മതിയാകും. ഇതാകെ 1/2 ലിറ്റർ പാല് മാത്രമല്ലേ ഉള്ളൂ. പാലൊക്കെ ഇതാ ഇങ്ങനെ പിരിഞ്ഞ ഒരു വെള്ളവും പനീറും ഒക്കെ സെപ്പറേറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒരു അരിപ്പയുടെ മുകളിലായിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഡയറക്റ്റ് അരിപ്പയിലേക്ക് ഒഴിക്കാതെ വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് ഒഴിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം കൂടി ഇതായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പനീറിന് നമ്മളാ ചേർത്തിട്ടുള്ള വിനാഗിരിയുടെ പുളിരസമൊക്കെ ഉണ്ടാവും, അത് പോവാനായിട്ടാണ് ഇതാ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതാ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് കൂടെ എടുക്കാം. നമ്മളിതാ ഇതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഇതാ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് കളയുവാണെങ്കിൽ നമുക്കിത് ഒത്തിരി സമയമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട. ഞാൻ ദാ ഇതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് മാത്രം ദാ ഇങ്ങനെയൊന്ന് വെച്ചാൽ മതിയാകും. ഇതാ ഞാനിത് 2 മിനിറ്റ് ആയപ്പോൾ പുറത്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മളിതാ ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഇതിതാ ഇങ്ങനെ വിട്ട് പോണ പോലെ തോന്നും. അത് സാരമില്ല, 2-3 മിനിറ്റൊക്കെ നമ്മളിതാ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴേക്കും അത് ശരിയായിക്കോളും. നമ്മളിതാ ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഒത്തിരി പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ആ പനീറിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ടല്ലേ എടുത്തത്. നമ്മളങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത്. ഒത്തിരി ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വീറ്റ് നല്ല സ്പോഞ്ചായിട്ട് വരില്ല. നമ്മളിതാ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കണ്ടോ, ദാ ഇതുപോലെ ചെറിയൊരു നനവുണ്ടാവണം. നിങ്ങളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല ഡ്രൈ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1-2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാകും. അതുപോലെ ഒത്തിരി ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1-2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിത് 5 മിനിറ്റ് നേരം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ക്രാക്കില്ലാത്ത ബോൾസാണ് കേട്ടോ നമുക്ക് കിട്ടുക. ചെറിയ ബോൾസായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് വെന്ത് വരുന്ന സമയത്ത് ഡബിൾ സൈസ് ആയിക്കോളും. ഞാൻ ഇതാ ഷേപ്പാക്കി എടുത്ത ശേഷം കൈ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള രസഗുളയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. എല്ലാം ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന് ചെറിയ നനവുള്ളൊരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് മൂടി വെക്കുകയൂടെ ചെയ്യാം. ഈ സമയം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ടുണ്ട്. ഇതിനായിട്ട് കുറച്ച് വീതിയുള്ള പാത്രമൊക്കെ ഉണ്ടാവില്ലേ, അതെടുക്കണതാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ചേർക്കണത് 1 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ ഓർഗാനിക് ഷുഗറാണ് എടുത്തിട്ടുള്ളത്, അതാണ് ചെറിയൊരു കളർ മാറ്റം. കൂടെ തന്നെ 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഇത് ഒറ്റനൂൽ പരുവമില്ലേ, അതൊന്നും ആവേണ്ട ആവശ്യമേ ഇല്ല. ഷുഗറൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതിയാകും. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ള ഏലക്കയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 3-4 ഏലക്ക വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു നുള്ള് കുങ്കുമപ്പൂവ് കൂടെ ചേർക്കുന്നുണ്ട്. കുങ്കുമപ്പൂവ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. സാധാരണ നമുക്ക് രസഗുളയൊക്കെ കിട്ടുക വൈറ്റ് കളറിലാണ്, പക്ഷെ നമ്മളിതിലേക്ക് കുങ്കുമപ്പൂവൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ ഈ രസഗുള മഞ്ഞ കളറിലായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു മഞ്ഞ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാത്രം കുങ്കുമപ്പൂവ് ചേർത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിൽ തന്നെ രസഗുള കിട്ടുമല്ലോ. നമ്മുടെ ഷുഗറൊക്കെ ഇവിടെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഈ സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. 2 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പനീർ ബോൾസിലെ അത് നമുക്ക് ഓരോന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് മാത്രം വേണം കേട്ടോ പനീർ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ടും ശ്രദ്ധിക്കണേ. ഇനി ഇതാ 1 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. അതിനുശേഷം മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ട് എടുക്കാം. നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ പനീർ ബോൾസൊക്കെ ഡബിൾ സൈസായിട്ട് വരും. ഇടയ്ക്കിതായി പാത്രം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി ഒന്ന് ചെയ്യാം.
നല്ല ജ്യൂസിയും സ്പോഞ്ചിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുക. നമ്മുടെ ചാനലിൽ കുറേ നല്ല സ്വീറ്റ്സിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 10 മിനിറ്റ് സമയം എടുക്കും കേട്ടോ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട്. ഞാനിതിവിടെ കുക്കാവാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റായി. ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോകട്ടെ. മിനിമം 1 മണിക്കൂർ നേരമെങ്കിലും ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോഴാണിത് ഒന്നും കൂടെ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഞാനിത് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇപ്പോൾ ഇത് ഷുഗർ സിറപ്പൊക്കെ നല്ലോണം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയണില്ല ഇത് എത്രത്തോളം ജ്യൂസിയാണെന്ന്. അതുപോലെ നല്ല സ്പോഞ്ചിയുമാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതിലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ്. ഇതൊരു 5-6 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിലൊക്കെ പോയിട്ട് രസഗുള വാങ്ങിക്കുവാണെങ്കിൽ നല്ല വിലയായിരിക്കില്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ രസഗുള ഒരു തവണ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്